കർമ്മലമ്മയുടെ പ്രവേശനത്തിന് ശേഷം ചൈനയിലെ മിഷൻ പ്രവർത്തനത്തിന് പോകുവാൻ കൊച്ചുത്രേസ്യയ്ക്ക് തീവ്ര ആഗ്രഹമുണ്ടായിരുന്നു. രക്തസാക്ഷി മുകുടം ധരിക്കണമെന്നായിരുന്നു അവളുടെ തീക്ഷ്ണമായ ആഗ്രഹം. യൗവനകാലത്തെ ഈ ആഗ്രഹം കർമ്മലമഠത്തിലെ ആവൃത്തിക്കുള്ളിൽ കത്തിജ്വലിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ തീക്ഷ്ണമായ ഈ ആഗ്രഹം ഈശോ സാധിച്ചു തരുമെന്ന് അവൾ വിശ്വസിച്ചു. രക്തസാക്ഷിയായ തെയോഫിൻ ബെനാഡിൻ്റെ ഛായാപടവും തിരുശേഷിപ്പും അവൾ സൂക്ഷിക്കുകയും ആ വിശുദ്ധിയിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുകയും ചെയ്തു. അനുദിനം ഉണ്ടാകുന്ന വേദനകളെയും എളിമപ്പെടുത്തലുകളെയും ദൈവസ്നേഹത്താൽ സ്വീകരിച്ച് തൻ്റെ കർത്തവ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നതിലൂടെയും സ്നേഹജീവിതം നയിക്കുന്നതിലൂടെയുമാണ് കൊച്ചുത്രേസ്യ ആഗ്രഹത്തെ പൂർത്തീകരിച്ചത്. തിരുസഭയുടെ മിഷൻ വേലകളിൽ പങ്കാളിയാകുവാൻ അവൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ ആഗ്രഹം പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും അവർ പൂർത്തീകരിച്ചു. സഹനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു അവളുടെ ആഗ്രഹം. അവൾ തൻ്റെ സഹോദരിമാരോട് പറയുമായിരുന്നു, നമ്മുടെ ദൈവവിളി എത്രയോ മഹത്വമേറിയതാണ്. ഉപ്പ് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയ ദൈവവിളിയാണല്ലോ കർമ്മലസഭയിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയുടെയും ത്യാഗത്തിലൂടെയും ഏക ഉദ്ദേശം. സുവിശേഷ പ്രേക്ഷിതർക്കും നാം പ്രേക്ഷിതയാകുക എന്നുള്ളതാണ്. ക്രിസ്തുവിലേക്ക് ആത്മാക്കളെ ആനയിക്കുന്നതിൽ അവർ തങ്ങളുടെ പ്രസംഗങ്ങളും സർവോപരി മാതൃകാ ജീവിതവും വഴി അധ്വാനിക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്തസാക്ഷിത്വം ആയിരുന്നു അവളുടെ ജീവിത സ്വപ്നം. അതുകൊണ്ട് സഹനത്തിലും വേദനയിലും അവൾ നിരാശരാകുകയില്ല. അതിൽ ഒരു രക്ഷാമൂല്യം കണ്ടെത്തുകയാണ് ചെയ്തത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.